സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച വിജയുടെ അവസാന ചിത്രമായ ജനനായകനെ കാത്തിരിക്കുകയാണ് ആരാധകർ. തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും വിജയ് സിനിമയ്ക്ക് വലിയ ഓളമാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ സിനിമയുടെ റിലീസ് പ്രതിസന്ധിയിൽ തുടരുകയാണ്. സിനിമയ്ക്ക് ഇതുവരെ സെൻസർ ബോർഡിൽ നിന്ന് പ്രദർശനാനുമതി ലഭിച്ചില്ല. റിലീസിന് 3 നാൾ മാത്രം ബാക്കിയാണുള്ളത്. പലയിടത്തും സിനിമയുടെ ബുക്കിംഗ് ഉൾപ്പെടെ ആരംഭിച്ചു കഴിഞ്ഞു. ജനനായകൻ എന്തുകൊണ്ട് പ്രദർശന അനുമതി കൊടുക്കുന്നില്ല എന്ന ചോദ്യമാണ് നിറയുന്നത്. ഡിസംബർ 19-നാണ് സെൻസർ ബോർഡ് അംഗങ്ങൾ സിനിമ കണ്ടത്. 10 കട്ടകളാണ് അന്ന് സെൻസർ ബോർഡ് സിനിമയ്ക്ക് നിർദ്ദേശിച്ചിരുന്നത്. കട്ടുകൾ ചെയ്ത് നിർമ്മാതാക്കൾ വീണ്ടും സിനിമയെ സെൻസറിങ്ങിനെ സമീപിച്ചു. എന്നാൽ തുടർന്ന് പുതിയ സെൻസറിങ് സർട്ടിഫിക്കറ്റ് സിനിമയ്ക്ക് നൽകിയിരുന്നില്ല. ഇതിനെ തുടർന്നായിരുന്നു സിനിമയുടെ റിലീസ് പ്രതിസന്ധി എന്നുള്ള റിപ്പോർട്ടുകൾ ചിത്രത്തിനായി ഉയർന്നത്. ചിത്രത്തിന് പ്രദർശന അനുമതി നൽകാതെ മനഃപൂർവ്വം റിലീസ് തടയുകയെന്ന് ആരോപിച്ച് നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റ് നൽകിയത് മനഃപൂർവ്വം താരതമ്യം വരുത്തുകയാണ് തമിഴ് വെട്ടിക്കഴകം ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി CTR നിർമ്മൽകുമാർ ആരോപിച്ചു. അടുത്ത നടപടികൾ സ്വീകരിക്കുന്നതിനായി CBSEയും വിജയിയുമായും ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇത് രാഷ്ട്രീയ വിഷയമാക്കാനോ രാഷ്ട്രീയമാനം കാക്കാനോ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല. ഞങ്ങൾ കുറച്ച് സമയം കൂടി കാത്തിരിക്കും. എന്നാൽ വൈകാതെ തുടർന്ന് നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്ന് അദ്ദേഹം പറഞ്ഞത്. ചിത്രം US സർട്ടിഫിക്കറ്റ് അർഹമാണെന്ന് നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചു. 25 രാജ്യങ്ങളിൽ ചിത്രത്തിന് അനുമതി ലഭിച്ചു. ഇന്ത്യയിൽ മാത്രമാണ് അനുമതി ലഭിക്കാത്തതും വൈകുന്നതെന്ന് നിർമ്മാതാക്കൾ കോടതിയിൽ പറഞ്ഞു. ചിത്രം മതവികാരം വ്രണപ്പെടുത്തുന്നെന്ന് ആരോപിച്ച് ലഭിച്ച പരാതി പകർപ്പിനെ ഹാജരാക്കാൻ സെൻസർ ബോർഡിന് കേസ് പരിഗണിച്ച ജസ്റ്റിസ് PT ആശാ വക്കൽ ആവശ്യപ്പെട്ടു. സെൻസർ ബോർഡ് അന്യായമായി അനുമതി വൈകിപ്പിക്കുന്ന ആരോപിച്ച് നിർമ്മാതാക്കളായ KBN പ്രൊഡക്ഷൻ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി നടപടി.